ഈക്കാട്ട് നാരായണൻ നമ്പൂതിരിപ്പാട് മുണ്ടതാംകുറിശി ക്ഷേത്രത്തിലെ തന്ത്രിയാണ്. മുണ്ടതാംകുറിശി ക്ഷേത്രത്തിനെ പറ്റി പറയുകയാണെങ്കിൽ മുണ്ടതാംകുറിശി ഗ്രാമത്തിന്റെ ജീവനാഡിയായിട്ട് നിൽക്കുന്ന ഒരു ശിവക്ഷേത്രമാണ് മുണ്ടതാംകുറിശി. പാകത്തേകുന്നം കൃഷ്ണേട്ടന്റെ നേതൃത്വത്തിൽ ഇവിടെ കമ്മിറ്റിയും എല്ലാവരും കൂടി ശ്രമഫലമായിട്ട് വളരെ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രമാണ്. അടുത്ത കാലത്ത് നവീകരണ കലശം നടക്കേണ്ടായി. നവീകരണ കലശത്തിന് ശേഷം മലയാള മാസം 3-ാമത്തെ ഞായറാഴ്ച ഒരു ഭാഗ്യസിദ്ധി പൂജ എന്നുള്ളൊരു ചടങ്ങ് എല്ലാ മാസവും നടക്കുന്നുണ്ട്. അതായത് ഓരോ വ്യക്തികൾക്കും അവരുദ്ദേശിക്കുന്ന കാര്യത്തില് ഒരു ഭാഗ്യം ലഭിക്കാൻ വേണ്ടിയിട്ട് ക്ഷേത്രത്തില് ഭാഗ്യസിദ്ധി പൂജ നടത്തി വരുന്നുണ്ട്. നമസ്കാരം. മുണ്ടനാംകുറിശി മഹാദേവ ക്ഷേത്രം ഈ ഗ്രാമത്തിന്റെ തന്ത്രിമ്പൂരി പറഞ്ഞ പോലെ ഈ ഗ്രാമത്തിന്റെ ഒരു ജീവനാഡിയാണ്, ഗ്രാമദേവനാണ്. ഈ ക്ഷേത്രം ഏകദേശം ഒരു 3000 വർഷമൊക്കെ പഴക്കം പറയുന്നുണ്ട്. അഷ്ടമംഗല പ്രശ്നത്തിലും പഴയ കാരണവന്മാരൊക്കെ വളരെ ജീർണാവസ്ഥയിലായിരുന്നു. 6-7 നമ്പൂതിരിമാരുടെ ഒരു ക്ഷേത്രമായിരുന്നു ഊരായ്മയിൽ. ഇപ്പോൾ ഈ അകത്തേക്കുന്നം എന്നുള്ള ഇല്ലക്കാർ, അതായത് ഞാൻ അകത്തേക്കുന്നത്ത് കൃഷ്ണൻ നമ്പൂരി എന്ന് പറഞ്ഞ ആളാണ്. ഈ ഇല്ലക്കാരാണ് ഇപ്പോൾ ഊരായ്മയിലുള്ളത്. പൗരാണികമായിട്ട് ക്ഷേത്രത്തിന്റെ ഉത്ഭവം പറയണത് പ്രശ്നത്തിലും മറ്റും പറഞ്ഞു കേട്ടിട്ടുള്ളതൊക്കെ സന്തതി ഇല്ലാതെ കണ്ടായിട്ട് വടക്കുന്നാഥനെ പോയി ഭജിച്ചു എന്നും, അതുപോയി തൃശ്ശൂർ വടക്കുന്നാഥനാണോ സാക്ഷാൽ കൈലാസം വടക്കുന്നാഥനോ എവിടെ സങ്കല്പം എന്നറിയില്ല. എങ്കിലും ആ വടക്കുന്നാഥ സങ്കല്പത്തിലാണ് ഇവിടുത്തെ ദേവതാ പ്രതിഷ്ഠ എന്നാണ് പറയണത്. 3000 വർഷം മുമ്പേ ആണ് കഥ പറയണത്. അപ്പോൾ അവര് വളരെ വളരെ വിഷമിച്ച്, അന്തർജനവും നമ്പൂരിയും വിഷമിച്ച് ദേവനെ സേവിച്ചു എന്നും, അവരുടെ കഴുക്കണിന്ന് ശബ്ദരൂപത്തിൽ ആണത്രേ ഭഗവാന്റെ ഉത്ഭവം ഉണ്ടായിരുന്നത്. ശബ്ദമാണത്രേ. അങ്ങനെയാണ് ഈ അമ്പലത്തിന്റെ പറയണത്. അതിന് ശേഷം ഇവിടെ ഒരു യാഗം നടന്നു എന്നും ജയാവലി തുടങ്ങിയുള്ളതൊക്കെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു വല്ലാത്തൊരു സാന്നിധ്യമുള്ള ഒരു ക്ഷേത്രമാണ്. അതുപോലെ ഏകദേശം ഒരു 10-50 കൊല്ലം മുമ്പേ ഒരു നവീകരണ കലശം കഴിഞ്ഞു. അതിന് ശേഷം ക്ഷേത്രം വളരെ ജീർണാവസ്ഥയിലായി. കാലപ്പഴക്കവും കാലത്തിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടും ഭൂനിയമമൊക്കെ വന്നിട്ട് വളരെ വല്ലാത്ത അവസ്ഥയിലായിരുന്നു. പിരിഞ്ഞു പൊളിഞ്ഞ് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. 2006-ലോ 2007-ലോ അഷ്ടമംഗല പ്രശ്നം വെച്ച നാട്ടുകാരുടെയും എല്ലാവരെയും സഹകരണം കൊണ്ടും പിന്നെ ആ പരിഹാരങ്ങളൊക്കെ കഴിഞ്ഞു. ക്ഷേത്രം പണി ഏതാണ്ട് കഴിഞ്ഞു. ഇപ്പൊ കഴിഞ്ഞ ജൂലൈ മാസം 3-ാം തീയതി മുതൽക്ക് 13-ാം തീയതി കൂടിയായിട്ട് നവീകരണ കലശം പുനഃപ്രതിഷ്ഠാദികളൊക്കെ ചെയ്തു. അതിന് നേതൃത്വം നൽകിയത് തന്ത്രി ഈക്കാട്ട് നാരായണൻ നമ്പൂതിരിപ്പാടും പിന്നെ മറ്റു തന്ത്രികളും എല്ലാവരും കൂടിയിട്ടാണ് അതിന്റെ ഉത്സാഹം ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല ഇത് മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രമാകൊണ്ടേ അവരും സഹായിച്ചു എന്ന് തന്നെ പറയാം. പിന്നെ അതിനോടനുബന്ധിച്ചിട്ട് തന്ത്രിപൂരി പറഞ്ഞു എല്ലാ മാസവും മലയാള മാസവും 3-ാമത്തെ ഞായറാഴ്ച ഭാഗ്യസിദ്ധി പൂജ എന്നുള്ളൊരു കർമ്മം ഇവിടെ ചെയ്തു വരുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ മഹാദേവനും ദക്ഷിണാമൂർത്തിയും ഗണപതിയും ശാസ്താവും ദുർഗയും എല്ലാവർക്കും പ്രത്യേകം അഭിഷേക പൂജാദികളും നാമനക്ഷത്രങ്ങൾ ചേർത്ത് അർച്ചനകളൊക്കെ ചെയ്തിട്ട് പ്രത്യേക ഒരു പ്രാർത്ഥനയാണ്. അതിപ്പോൾ 3-ാമത്തെ പൂജ കഴിഞ്ഞു ഇവിടെ. അപ്പോൾ ആദ്യത്തെ പൂജ കഴിഞ്ഞപ്പോൾ തന്നെ ധാരാളം ആളുകൾ അനുഭവങ്ങൾ പറഞ്ഞതിന് വിളിക്കാൻ തുടങ്ങി. ഇപ്പം ഇന്നലെ അമേരിക്കയിലുള്ള ഒരാളാണ് സൂരജ് എന്ന് പറഞ്ഞ ഒരാൾ, അദ്ദേഹം വിളിച്ചായിരുന്നു. അദ്ദേഹം ഉദ്ദേശിച്ച കാര്യം ശരിയായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. എൻ്റെ പേര് സുരേഷ് എമ്പ്രാന്തിരി. ഈ ക്ഷേത്രത്തിലെ മേശാന്തിയാണ്. രാവിലെ ഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം എന്നീ വഴിപാടുകളും ചെയ്തു വരുന്നുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്ന് പ്രദോഷ പൂജ, രോഗ നിവാരണത്തിനും 108 കടം അഭിഷേകം പ്രാധാന്യമാണ്. ഇവിടുത്തെ ഉത്സവം ധനുമാസത്തിലെ തിരുവാതിര, ശിവരാത്രി, എല്ലാ മാസവും തിരുവാതിര നാളിൽ വാരം. എൻ്റെ പേര് രമണി. മുണ്ടനാംകുറിശി ശിവക്ഷേത്രത്തിലെ മാതൃസമിതി അംഗമാണ്. നാരായണി ഗ്രൂപ്പിലെ അംഗമാണ്. ലളിത സഹസ്രനാമം ചൊല്ലാറുണ്ട്. നാമജപം ഉണ്ടാവാറുണ്ട്. രാവിലെ 7 മണി മുതൽ 7:30 വരെ നാമജപം ചെയ്യാറുണ്ട്. എല്ലാ ഞായറാഴ്ചയും വിഷ്ണു സഹസ്രനാമം ചൊല്ലാറുണ്ട്. നാരായണീയ പാരായണം ഉണ്ടാവാറുണ്ട്. സഹസ്രനാമ സ്തോത്രം ചൊല്ലാറുണ്ട്. എൻ്റെ പേര് രവിവർമ്മൻ എന്നാണ്. ഞാൻ ഈ ക്ഷേത്രത്തിലെ ക്ലർക്കായിട്ട് വർക്ക് ചെയ്യുന്നു. 10-15 വർഷത്തോളമായി ഇവിടുത്തെ കാര്യങ്ങൾ നോക്കി കൊണ്ടു നടത്തുന്ന ഒരു ചുമതലയാണ് എനിക്കുള്ളത്.
നമസ്കാരം, ഞാൻ ഗോപിനാഥൻ പാലംകുന്നത്ത്. ഈ ക്ഷേത്രത്തിനോടനുബന്ധിച്ച് 25 വർഷക്കാലമായി. പിന്നെ എൻ്റെ ഒരു അനുഭവം കഴിഞ്ഞ മെയ് മാസത്തിൽ കാറും ലോറിയായിട്ട് ഞങ്ങളിത് ആക്സിഡൻറ്റ് നടന്നു. ആ ആക്സിഡൻറ്റിൽ കണ്ടവരെല്ലാം പറഞ്ഞ അതിലുള്ളവർ രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞിരുന്ന ആളാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. എൻ്റെ ഭാര്യയ്ക്കും അതാണ് ഇവിടുത്തെ മഹാദേവൻ്റെ ഭയങ്കര കാരുണ്യവാനാണ്. പ്രാർത്ഥിച്ചാൽ വിളിച്ചാൽ വിളിപ്പുറത്താണ്. നമസ്കാരം, എൻ്റെ പേര് വിനോദ്. ഞാൻ മുണ്ടരാംകുശി മഹാദേവക്ഷേത്രത്തിലെ ആഘോഷ കമ്മിറ്റിയുടെ അംഗമാണ്. ക്ഷേത്രത്തിലെ ധനുമാസത്തിലെ തിരുവാതിര വിളക്കാണ് നമ്മുടെ ക്ഷേത്രത്തിലെ ആദ്യമായിട്ടുള്ള ഉത്സവം എന്ന് പറയുമ്പോൾ. അത് വിശേഷാൽ പൂജകളും വിപുലമായ പരിപാടികളും നടത്താറുണ്ട്. അതിനുശേഷം നമ്മൾ ശിവരാത്രി രാവിലെ മുതൽ വിശേഷാൽ പൂജകളും രാവിലെ മുതൽ വൈകുന്നേരം വരെ നാമജപവും നടത്താറുണ്ട്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ 2 മാസം മുന്നെയാണ് നവീകരണ കലശം ഇവിടെ നടത്തിയത്. 11 ദിവസത്തെ വിപുലമായ പരിപാടിയോട് കൂടിയിട്ടുള്ള നവീകരണ കലശം ഇവിടെ ക്ഷേത്രത്തിൽ ഉണ്ടാകുന്നുണ്ടായി. അതിനുശേഷം ഇനി ജൂലൈ മാസത്തിലാണ് നമ്മൾ പ്രതിഷ്ഠാ ദിനം, അമ്പലത്തിലെ പ്രതിഷ്ഠാ ദിനം അന്നാണ് വരുന്നത്, ജൂലൈ മാസത്തിൽ. അത് കൂടാതെ തന്നെ നമ്മൾ എല്ലാ 30 തിങ്കളാഴ്ചയും രാവിലെ വിശേഷ പൂജകളും പ്രഭാത ഭക്ഷണം ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ വൈകുന്നേരത്ത് നാമജപവും ക്ഷേത്രത്തിൽ ഉണ്ടായിരിക്കും. പിന്നെ വൃശ്ചിക മാസത്തിൽ നമ്മൾ ചുറ്റുവിളക്ക് കാര്യങ്ങൾ എല്ലാം ഉണ്ടാവാറുണ്ട്. 40 ദിവസം മണ്ഡല 40 വരെ നമ്മൾ ചുറ്റുവിളക്ക് എല്ലാം കഴിക്കാറുണ്ട്. പിന്നെ വൃശ്ചിക മാസത്തിൽ നമ്മൾ സർപ്പബലി ക്ഷേത്രത്തിൽ ഉണ്ടാവാറുണ്ട്. പിന്നെ അയ്യപ്പന് നവകം പഞ്ചാബിയും ഉണ്ടാവാറുണ്ട്. ശംഭോ മഹാദേവ. ഇവിടെ പ്രധാന ദേവൻ മഹാദേവ സങ്കല്പത്തിലാണ്. പല സ്ഥലത്തും ശ്രീപാർവതി സമേതനായിട്ടുള്ള ഭഗവാൻ എന്ന് പറയാറുണ്ടെങ്കിലും ഇവിടെ എന്താ പ്രത്യേകത വെച്ചാൽ മഹാഗണപതിയെ, അതായത് ഉണ്ണി ഗണപതിയെ മടിയിൽ വെച്ചിട്ടുള്ള മഹാദേവൻ, ശ്രീപാർവതിയോട് കൂടിയുള്ള മഹാദേവൻ, അങ്ങനെയാണ് സങ്കല്പം. ഇവിടെ പൗരാണികമായിട്ടുള്ള ഒരു ശിവലിംഗ പ്രതിഷ്ഠയാണ്. ശിവലിംഗത്തിന് കേടൊന്നും ഇല്ല. അടുത്ത കാലത്ത് നവീകരണ കലശമൊക്കെ വെച്ചു. ഈ ശിവലിംഗത്തിന് പ്രത്യേകത എന്താ വെച്ചാൽ ഇത് സാളഗ്രാമ ശിലയാണെന്നാണ് പറയുന്നത്. അതായത് അതിന് ജലം പിറ്റേ ദിവസം രാവിലേക്ക് ജലം തന്നെ വിശർപ്പ് പോലെ വരാറുണ്ട്. സാളഗ്രാമ ശിലയാണ്. അതാണ് ഈ ശിവലിംഗത്തിന്റെ പ്രത്യേകത. അപ്പൊ അതുകൊണ്ട് ഇവിടെ വരണ ഭക്തജനങ്ങൾക്ക് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് വരാറ്. പിന്നെ ഈ ധ്യാനത്തിനൊക്കെ വളരെ വിശേഷമായുള്ള സ്ഥലമാണ്. ഒരു കാമൻ കൊയ്റ്റ് എന്നൊക്കെ പറയാറില്ല, ഒരു ശാന്തമായുള്ള അന്തരീക്ഷമാണ്. ശിവം ശിവരം ശാന്തം. ആ ശാന്തം തന്നെയാണ് ഇവിടെ കാണുന്നത്. സാധാരണ എല്ലാ ക്ഷേത്രങ്ങളിലും ശ്രീകോവിലിന്റെ തെക്കേ കട്ടിലയ്ക്ക് ഗണപതി ദക്ഷിണാമൂർത്തി സങ്കല്പം ഉണ്ടെങ്കിലും ഇവിടെ ഗണപതി ദക്ഷിണാമൂർത്തി പ്രതിഷ്ഠയായിട്ടുണ്ട്. ഗണപതി എന്ന് പറയുമ്പോൾ തന്ത്രശാസ്ത്രത്തിലെ മൂലാധാരം എന്നും ദക്ഷിണാമൂർത്തി എന്ന് പറയുന്നത് ശിവസ്, അതായത് സഹസ്രാരപത്മത്തിലെത്തുമ്പോൾ ആ ഒരു തന്ത്രസങ്കല്പം തികച്ചും അന്വർത്ഥായി കൊണ്ടുള്ള ഒരു പ്രതിഷ്ഠാ സങ്കല്പമാണ് ഇവിടെ. അത് ഈ ഭാഗ്യസിദ്ധി പൂജയ്ക്ക് വിശേഷ അർച്ചന പൂജാഭിഷേകങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അത് ഭക്തജനങ്ങൾക്ക് അനുഭവമായിട്ട് പറയുന്നുണ്ട്. ഇവിടെ ഉപദേവനായിട്ടുള്ള ശാസ്താവാണ്. പ്രഭാദേവി സത്യകൻ എന്ന സങ്കല്പത്തിലെ 3 കുഴബിംബ പ്രതിഷ്ഠ തന്നെയാണ്. അതിപ്പോൾ അടുത്ത ഈ നവീകരണ കാലത്ത് ബിംബമൊക്കെ മാറി പുനഃപ്രതിഷ്ഠാ കലശാദികൾ ചെയ്തു. ശാസ്താവിന് പ്രത്യേകത ഉണ്ട്. ആ ശാസ്താവിന്റെ പ്രാർത്ഥനയും കൂടി ആയാലേ മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാവുള്ളൂ എന്ന് പറയാറുണ്ട് പൂർവികന്മാരെ. വളരെ വിശേഷമായിട്ട് പറയാറുണ്ട്. മണ്ഡലകാലത്ത് ഒരു നവകം വിധിയൊക്കെ പതിവുണ്ട്. ഇവിടെ ഉപദേവതയായിട്ട് ദുർഗാ ഭഗവതി ഉണ്ട്. ക്ഷേത്രത്തിന്റെ നാലമ്പലത്തിന്റെ അകത്ത് തന്നെ വായുകോളില് ദുർഗാദേവിയുടെ ശക്തി ഇല്ലാണ്ട് പുരുഷൻ ഇല്ലല്ലോ, അതായത് പ്രകൃതി ഇല്ലല്ലോ. അപ്പൊ ശക്തി ആരാധന ഇവിടെ ദുർഗാദേവിയായിട്ടാണ്. നിത്യേന നിവേദ്യവും വിശേഷ മാസപൂജകളും പ്രതിഷ്ഠാ ദിനത്തിന് കലശാടി പൂജയൊക്കെ പതിവുണ്ട്. മുണ്ടനാം കുരിശിയിൽ വാണരുളിയിടുന്ന ത്രിനയന പ്രഭു വിശ്വനാഥ. മുണ്ടനാം കുരിശിയിൽ വാണരുളിയിടുന്ന ത്രിനയന പ്രഭു വിശ്വനാഥ. പാർവതി സമേതനായി കുടികൊള്ളുന്ന മംഗലമൂർത്തിയ മഹേശ്വരദേവ. പാർവതി സമേതനായി കുടികൊള്ളുന്ന മംഗളമൂർത്തിയ മഹേശ്വരദേവ.
മുണ്ടനാം കുരിശി വാണരുളിയിടുന്ന ത്രിനയന പ്രഭു വിശ്വനാഥ. നാഗേന്ദ്രകാരായ നന്ദിവാഹന നീലകണ്ഠായ ശ്രീശങ്കര. നാഗേന്ദ്രകാരായ നന്ദിവാഹന നീലകണ്ഠായ ശ്രീശങ്കര. നിത്യം ഭജിക്കുന്ന ഭക്തരിലെന്നും നിന്നു വിളങ്ങണി ശ്രീ മഹാദേവ. നിത്യം ഭജിക്കുന്ന ഭക്തരിലെന്നും നിന്നു വിളങ്ങണി ശ്രീ മഹാദേവ. മുണ്ടനാം കുരിശി വാണരുളിയിടുന്ന ത്രിനയന പ്രഭു വിശ്വനാഥ. കാത്തരുളേണമി ഭക്തരാം തോഴരെ മായയ മഹാമാരി വിനാശങ്ങളിൽ. കാത്തരുളേണമി ഭക്തരാം തോഴരെ മായയ മഹാമാരി വിനാശങ്ങളിൽ. പരബ്രഹ്മമൂർത്തി കൈലാസനാഥ പാർത്തുകൊള്ളേണമി ശ്രീനീലകണ്ഠ. പരബ്രഹ്മമൂർത്തി കൈലാസനാഥ പാർത്തുകൊള്ളേണമി ശ്രീനീലകണ്ഠ. മുണ്ടനാം കുരിശി വാണരുളിയിടുന്ന ത്രിനയന പ്രഭു വിശ്വനാഥ. ആമയങ്ങളെല്ലാം അകറ്റിത്തെളിഞ്ഞും ആയുരാരോഗ്യ സൗഖ്യം നിറഞ്ഞും. ആമയങ്ങളെല്ലാം അകറ്റിത്തെളിഞ്ഞും ആയുരാരോഗ്യ സൗഖ്യം നിറഞ്ഞും. ആനന്ദമോടെ വസിപ്പതിനായി അനുഗ്രഹമേകണി ത്രൈലോക്യനാഥ. ആനന്ദമോടെ വസിപ്പതിനായി അനുഗ്രഹമേകണി ത്രൈലോക്യനാഥ. മുണ്ടനാം കുരിശിയിൽ വാണരുളിയിടുന്ന ത്രിനയന പ്രഭു വിശ്വനാഥ. ശംഭോ മഹാദേവ ശങ്കരദേവ ശിവശംഭോ മഹാദേവ ശങ്കരദേവ. ശംഭോ മഹാദേവ ശങ്കരദേവ ശിവശംഭോ മഹാദേവ ശങ്കരദേവ.